അങ്ങനെ അമ്മയുടെ ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരിക്കുകയാണ്. ലഞ്ച് ബ്രേക്കിന് മുമ്പ് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. കണക്കുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ വാർഷിക റിപ്പോർട്ടും കണക്കും പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാസ്സാക്കണം എന്ന് ആവശ്യം ഉന്നയിച്ചെങ്കിലും എന്നാൽ ആ കണക്ക് പാസ്സാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അഡ്വക്കേറ്റ് തന്നെ വന്ന് ശ്വേതാമേനോൻ തന്നെ ചോദിക്കുന്നത് പാസ്സാക്കാൻ കഴിയുമോ, പാസ്സാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഭൂരിഭാഗങ്ങളും അത് പാസ്സാക്കാൻ കഴിയില്ല, അതിൽ ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് കണക്ക്, വാർഷിക റിപ്പോർട്ടും കണക്കും പാസ്സായിട്ടില്ല. അത് ജനറൽ ബോഡിക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് തന്നെ നമ്മൾ കാണും. ഇതിന് മുമ്പ് ഇരുന്ന ഭരണസമിതിയുടെ അഴിമതികളാണ് ഇവർ ചൂണ്ടിക്കാണിക്കാൻ ചില മെമ്പർമാർ ശ്രമിച്ചത്, ഇപ്പോഴത്തെ കമ്മിറ്റിയുള്ള. പക്ഷേ അതിനെതിരെ നട സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു, ബാബുരാജ് ഉൾപ്പെടെ, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അകത്ത് നിന്നും എനിക്ക് കിട്ടിയ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും കണക്ക് പാസ്സായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരിക്കും ഒരു ജനറൽ ബോഡി നടക്കണമെങ്കിൽ 21 ദിവസം മുമ്പ് നോട്ടീസ് അയക്കുകയും അതിൻ്റെ കണക്ക് റിപ്പോർട്ടും വാർഷിക റിപ്പോർട്ടും പോസ്റ്റലായിട്ട് എത്തിച്ചു നൽകണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എത്താതെ ഇവിടെ കണക്ക് അവതരിപ്പിക്കുകയായിരുന്നു ചെയ്ത്. ആ കണക്ക് ഉണ്ണി ശിവാൽ ട്രഷറർ എന്ന നിലയിൽ അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ കണക്ക് കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്, അതുകൊണ്ട് എനിക്കിതിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാനും വായിക്കില്ല എന്ന നിലയിലേക്കൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ കണക്ക് പാസ്സായിട്ടില്ല. കണക്ക് പാസ്സാകാതെ വന്നത് വലിയ ഒരു രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ. അതൊരു ജനറൽ ബോഡിയെ സംബന്ധിച്ചും വലിയ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ രീതിയിലുള്ള സംസാരവും വാഗ്വാദങ്ങളും തർക്കങ്ങളും, കാരണം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാവുന്ന രീതിയിൽ ഡോറുകൾ തുറക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ മീഡിയകളും കേൾക്കുന്നതിലേക്ക് വലിയ സൗണ്ടിലായിരുന്നു സംസാരമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്വേതാമേനോൻ കണക്ക് അവതരിക്കാൻ പാസ്സാകാത്തപ്പോൾ ശ്വേതാമേനോൻ എനിക്കൊരു മാസത്തെ സമയം നൽകണം, ഞാൻ ആ കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ആ കണക്ക് അവതരിപ്പിച്ച് ഒരു മാസം സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ അവതരിപ്പിച്ച് തരാം, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കാമെന്ന്, അമ്മയിൽ നിന്നും രാജിവെക്കാമെന്ന നിലയിലേക്ക് വരെ ശ്വേതാമേനോൻ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അത് കൃത്യമായിട്ടാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയപ്പെടുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിരിക്കും. അതോടൊപ്പം തന്നെ രാവിലെ തന്നെ തുടക്കത്തിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനുള്ള നടപടി ഈ കമ്മിറ്റിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒപ്പുശേഖരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ ഒപ്പുശേഖരണം അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്ന നടപടി ഉച്ചകഴിഞ്ഞിലേക്ക് പോകും. അങ്ങനെ പാസ്സാക്കുകയാണെങ്കിൽ ഈ കമ്മിറ്റിക്ക് തുടരാൻ കഴിയില്ല, താൽക്കാലിക കമ്മിറ്റി വരണം, താൽക്കാലിക കമ്മിറ്റി മുന്നോട്ട് കൊണ്ടും അത്, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഈ കമ്മിറ്റി തുടരാൻ കഴിയില്ല എന്ന് തന്നെ ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ, ഇടവേള ഉൾപ്പെടെയുള്ളവർ, ബാബുരാജ് അല്ലെങ്കിൽ കോടതി പോകുമെന്ന് വ്യക്തമായി എന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന. ഇടവേള ബാബു കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതിൻ്റെ ഇടയിലാണ് മറ്റ് അംഗങ്ങൾ സംസാരിക്കുമ്പോൾ 45 ലക്ഷം രൂപ സ്പോൺസറിൻ്റെ, കുടുംബസംഗമ സ്പോൺസറിൻ്റെ അമ്പല കമ്മിറ്റിയിൽ ലഭിക്കാതെ വന്നതിൻ്റെ കാരണം അൻസിബയാണ് അതിൻ്റെ കാരണം എന്ന നിലയിലേക്ക് പ്രസിഡന്റ് അവിടെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് പൈസ കിട്ടുന്നത്. ആ പൈസ ഇവിടെ കണക്കിൽ അവതരിപ്പിക്കേണ്ടതാണ്, കിട്ടാത്ത കാരണം ഇതാണ് കാര്യമെന്ന് ശ്വേതാമേനോൻ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും സ്ത്രീകൾ വരണമെന്ന് ഏറ്റവും ആദ്യം ഞാൻ മാധ്യമങ്ങളിൽ പറഞ്ഞത് ഗണേഷ് കുമാറാണെന്ന് ഗണേഷ് കുമാർ അവിടെ അഭിപ്രായപ്പെട്ടു എന്നാണ് കിട്ടുന്ന വിവരം. ഗണേഷ് കുമാറാണ് കൃത്യമായിട്ട്, ഗണേഷ് കുമാർ അങ്ങനെ ഒരു നിലപാട് എടുക്കുകയും ചെയ്തു, സ്ത്രീകൾ വരട്ടെ എന്നുള്ള നിലപാട് അന്നെടുത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇത് പിച്ച് ചെയ്യുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ ഭരണസമിതി പോയതെന്നും കൃത്യമായി ഗണേഷ് കുമാർ പറഞ്ഞു. വലിയ ആളുകൾ ആദ്യമൊക്കെ മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഉൾപ്പെടെ മെമ്പർഷിപ്പ് എടുത്ത്, ഞാനും മണിയമ്പിള്ള രാജും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉൾപ്പെടെ കൂടി പടുത്തുയർത്തിയ, ഇടവേള ബാബു ഉൾപ്പെടെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനാണ് ഇങ്ങനെ പൊതുമധ്യയിൽ വലിയ രീതിയിൽ പിച്ചു തീർന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഗണേഷ് കുമാർ നിലപാട് കൃത്യമായി തന്നെ അവിടെ പറഞ്ഞു എന്നുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഏറ്റവും നമ്മൾ അതിനെ മോഹൻലാൽ ഇതിനൊരു മറുപടി പറയണം, മോഹൻലാൽ പറയട്ടെ എന്നോട്. മോഹൻലാൽ അതിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി നിലപാടുകൾ പറഞ്ഞു, ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത നിലപാടുകൾ പറഞ്ഞു. കാരണം അദ്ദേഹത്തിനൊക്കെ വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അമ്മയെ പൊതുസമൂഹത്തിൽ ഇത്തരം രീതിക്ക് എത്തിയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായി. അദ്ദേഹവും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഈ അവിശ്വാസ പ്രമേയവുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുക എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇപ്പോഴത്തെ നിലപാടിൽ ഈ കണക്ക് പാസ്സായിട്ടില്ല, റിപ്പോർട്ടും പാസ്സായിട്ടില്ല, ഇനി ഒപ്പുശേഖരണമായതുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിലേക്ക് അത് പാസ്സാക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇത്രയും കാര്യങ്ങളാണ് ഉച്ചവരെ ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാ ഭൂരിഭാഗം അംഗങ്ങളും പ്രസംഗിച്ചു. അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, ലക്ഷ്മിപ്രിയക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ മറ്റ് അംഗങ്ങളും കുക്കുപരമേശ്വർ ഉൾപ്പെടെയുള്ള കുക്കുപരമേശ്വരൻ തുടക്കത്തിൽ വന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങൾ, ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ജഗദീഷ് മുന്നോട്ട് വന്നും. ജഗദീഷ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെയാണ് കണക്ക് പാസ്സാവോ ഇല്ലയോ എന്ന് പല പ്രാവശ്യം അവിടെ ചോദിച്ചു വന്നിട്ടുണ്ട്. ഇതിന് തീരുമാനം കണക്ക് പാസ്സാണോ ഇല്ലയോ, അപ്പോൾ അത് ചോദിക്കാൻ തയ്യാറാകുന്നു. പിന്നീട് അഡ്വക്കേറ്റ് തന്നെ അത് ചോദിക്കണമെന്ന് അഡ്വക്കേറ്റ് പറയുന്നു, പ്രസിഡന്റാണ് ചോദിക്കുന്നത്. ചോദിച്ചപ്പോഴാണ് അത് പാസ്സാകുന്നില്ല, പാസ്സാക്കണമെന്നുള്ള കൈവെക്കാൻ പോയി വളരെ ചുരുങ്ങിയ അംഗങ്ങളാണ് കൈവെക്കിയതെന്നാണ് എനിക്ക് വേണമെങ്കിൽ വോട്ടിങ്ങിലേക്ക് പോകാമെന്നുള്ള നിലയിലേക്ക് വരെ പോയപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു ഇത് വളരെ മോശമായ പ്രവണതയാണ് ഈ സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റും പറഞ്ഞു എന്നൊരു സൂചനയാണെങ്കിൽ, പക്ഷേ ഇതെല്ലാം ഒരു സൂചന മാത്രമാണ്. ആ രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നാണ് എനിക്ക് ഉച്ചയ്ക്ക് മുമ്പുള്ള നടന്ന ചർച്ചയിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത്.